ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന ചിത്രം, ആ ചിത്രം സ്ഥിരം കണ്ടുവരാറുള്ള ഫോർമാറ്റിൽ കഥ പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഒരു പരാജയമായി തീർന്നേനെ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് പകരുവാൻ എഴുത്തുകാരനായ ജോജു പ്രത്യേകം ശ്രദ്ധിച്ചതായി ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ജോജു ജോർജിൻ്റെ ഈ പണി എന്ന ചിത്രം കാണാൻ പോയ പ്രേക്ഷകരെ സിനിമ രസിപ്പിച്ചില്ല, കുടുംബചിത്രമെന്ന് കരുതി പോയവരെ സിനിമ രസിപ്പിച്ചില്ല എന്നത് ഒരു സത്യമാണ്. പക്ഷേ ഈ ജോജു ജോർജ് അതിലഭിനയിച്ച കഥാപാത്രത്തിൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും കൊല്ലുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത കൊലയാളികളെ, ഈ ക്രൂരന്മാരെ അവസാനം ഒരു പ്രത്യേക രീതിയിൽ ആളുകൾക്ക് രസിക്കുന്ന തരത്തിൽ ഒരു കൊലപാതകം ആണ്, അവരെ കൊല്ലുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ മുൻപ് കണ്ടുവന്ന സിനിമകളിലൂടെ കണ്ട കാഴ്ചകൾ പോലെയാണ് തോന്നിയിരുന്നെങ്കിൽ ഇതിലെന്ത് കാര്യമിരിക്കുന്നു എന്ന് സിനിമാ പ്രേക്ഷകർ കണ്ടവർ ചോദിച്ചേനെ. അതുകൊണ്ട് തന്നെ ജോജു ഒരു പ്രത്യേക രീതിയിൽ തന്നെ കൊലയാളികളെ വകവരുത്തുന്നതായാണ് സിനിമയുടെ അവസാനം ക്ലൈമാക്സിൽ കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. പണി എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒന്ന് ഉൾക്കിടിലം കൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സാണ് പണി എന്ന ചിത്രത്തിൽ ജോജു ജോർജ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോജു ജോർജിന് ഒരു ഫോൺ വിവാദം നേരിടേണ്ടി വരികയും അതുപോലെ കൂടുതൽ വയലൻസ് നിറഞ്ഞ ഒരു ചിത്രമാണ് പണി എന്ന ഒരു പേരുദോഷവും ഒക്കെ ജോജു ജോർജിന് കേൾക്കേണ്ടി വന്നത്. ജോജുവിൻ്റെ വ്യത്യസ്തമായ ഫിലിം മേക്കിംഗ് തന്നെയാണ് പണി എന്ന ചിത്രത്തിൻ്റെ വിജയഘടകം. യഥാർത്ഥത്തിൽ ഒരു സംവിധായകന് നിർമ്മാതാവിനോട് അത്തരത്തിലൊരു കടപ്പാട് തന്നെയല്ലേ വേണ്ടത്. എന്തായാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പണി എന്ന ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ തുടങ്ങിയതാണ് ഈ വയലൻസ് കൂടുതൽ എന്നുള്ള ഒരു സംസാരം. ഈ വയലൻസ് കൂടുതൽ എന്നുള്ള സംസാരം ഒടുവിൽ അവസാനിച്ചിപ്പോൾ നിൽക്കുന്നത് മാർക്കോ എന്ന ചിത്രത്തിലാണ്. വയലൻസ് നിറഞ്ഞ ഒരു സിനിമയാണ് പണി എന്ന ചിത്രത്തിൽ തുടങ്ങിയ ആ ചോദ്യം ഇപ്പോൾ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നത് മാർക്കോ എന്ന ചിത്രത്തിലാണ്. ഈ വയലൻസ് നിറഞ്ഞ ഈ പണി എന്ന ചിത്രം കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ചേർത്ത് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരാൾ ഇട്ടിരുന്ന കമൻറ്റ് ഞാൻ വായിച്ചു. അതിലെഴുതിയിരുന്നത് എന്നാ ഉണ്ണാക്കൻ സിനിമയാടാ, മുഴുവൻ വയലൻസ് അല്ലേ എന്നുള്ളതാണ് ഈ കമൻ്റ് ഇട്ട വ്യക്തിയുടെ ചോദ്യം. അപ്പോൾ ഈ വ്യക്തി പണി കണ്ടിട്ട് ഇത്രയും വയലൻസ് എന്ന് പറഞ്ഞ വ്യക്തി മാർക്കോ എന്ന ചിത്രം കണ്ടാൽ എന്തോന്നായിരിക്കും അങ്ങേരിടുന്ന കമൻറ്റ്. പണി എന്ന ചിത്രത്തിൽ ജോജു ജോർജ് തുടങ്ങിവെച്ച വയലൻസ് എന്ന സംസാരം മാർക്കോ എന്ന ചിത്രത്തിൽ ഹനീഫ് അദേനി അങ്ങ് തീർത്തു തന്നു, അത്ര തന്നെ. കുറേ ആളുകൾ KGF ആയി ഈ മാർക്കോയെ കമ്പയർ ചെയ്യുന്നത് കണ്ടു. ഈ KGF സിനിമ 100 കോടിക്ക് മേൽ ബഡ്ജറ്റുള്ള ഒരു ചിത്രമാണ് KGF എന്ന ചിത്രം. അപ്പോൾ ഈ 30 കോടി ബഡ്ജറ്റുള്ള മാർക്കോയുമായി KGFനെ കമ്പയർ ചെയ്യുന്നത് ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ KGFിലെ നായകനായ യഷിനേക്കാൾ സ്ക്രീൻ പ്രസൻസും സ്റ്റൈലും കൂടിയ ഒരു നടൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിക്കഴിഞ്ഞു.